ഏറെ സ്നേഹവും ആദരവും നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന നമുക്കെല്ലാം സുപരിചിതമാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പ്രാർത്ഥന പഠിച്ചവരാണ് നമ്മൾ, അതിൻ്റെ സാരവും അറിയുന്നവരാണ്. അല്ലാഹുവേ, ഇരു ലോകത്തും ദുനിയാവിലും പരലോകത്തും എനിക്ക് നീ നന്മ നൽകണം, വിജയം നൽകണം, സൗഖ്യം നൽകണം, സൗഭാഗ്യം നൽകണം എന്നൊക്കെ അതിന് നമുക്ക് അർത്ഥം പറയാം. ഇവിടെയാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു മനുഷ്യന് 4 കാര്യങ്ങൾ ലഭിച്ചാൽ, ഈ ലോകത്ത് വെച്ച് നമുക്ക് 4 കാര്യങ്ങൾ ലഭിച്ചാൽ ദുനിയാവും പരലോകവും അവന് ലഭിച്ചതിന് തുല്യമാണ് എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഈ ചുരുങ്ങിയ ആയുസ്സിൽ നമുക്ക് 4 കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചാൽ നമ്മുടെ ഈ ലോകവും പരലോകവും നമുക്ക് വിജയിക്കുവാൻ സാധിക്കും. അതിലൊന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖൽബുൻ ഷാക്കിറുൻ എന്നതാണ്. അല്ലാഹുവിനെ ഓർക്കുന്ന, അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്ന ഒരു ഹൃദയം നമ്മൾ ഉണ്ടാക്കി തീർത്താൽ പരലോകവും ദുനിയാവും നേടിയെടുക്കുവാൻ, വിജയിക്കുവാൻ സാധ്യമാകുന്ന ഒന്നാമത്തെ നേട്ടം ഒരു മനുഷ്യന് കഴിയും എന്നതാണ്. എന്താണ് ഖൽബുൻ ഷാക്കിർ എന്ന് പറഞ്ഞാൽ? അത് ഖാശിയൻ, അള്ളാഹുവിനെ, അഭൗതികമായ, താൻ കാണാത്ത അദൃശ്യനായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു ഹൃദയം. അതാണ് തഖ്വ. മൻ ഖശിയ ബിർറഹ്മാനി ബിൽ ഗൈബ് വജാഅ ബിഖൽബിൻ മുനീബ്. ഈ റമളാൻ കൊണ്ട് നാം പരിശീലിക്കുന്നത് അതാണ്. നമ്മളുടെ ജീവിതത്തിൽ തിന്മകൾ ചെയ്യാൻ അവസരമുണ്ട്, തിന്മകൾ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്, തിന്മ ചെയ്യാനുള്ള ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ നാം ചെയ്യുന്നില്ല. എന്തേ കാരണം? അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെ ശിക്ഷിക്കുമോ എന്നുള്ള ഭയം കാരണം നാം ആ തിന്മയിൽ നിന്ന് മനഃപൂർവ്വം മാറി നിൽക്കുകയാണ്. ആ പരിശീലനം നാം തുടരുക. അതാണ് ഒന്നാമത്തെ ഖൽബുൻ ഷാക്കിർ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുവാൻ വേണ്ടി പഠിപ്പിച്ചു തന്നൊരു പ്രാർത്ഥനയുണ്ടല്ലോ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അള്ളാഹുവേ, നിന്നെ ഓർക്കാൻ സാധ്യമാകുന്ന, നിന്നോട് നന്ദി കാണിക്കുന്ന ഒരു ഹൃദയം എനിക്ക് നൽകണമെന്ന് ഈ പ്രാർത്ഥനയിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഉൾപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ പഠിപ്പിച്ചു, അള്ളാഹുവിനെ ഓർക്കുന്ന, അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന ഒരു ഹൃദയം എന്ന് പറഞ്ഞാൽ അള്ളാഹനെ ഓർക്കുന്ന ഒരു ഹൃദയം നമ്മൾ ഉണ്ടാക്കണമെന്നതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് താബിഈ പണ്ഡിതനായ ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് നന്ദി കാണിക്കാൻ കഴിയുന്നത് ഒരു കാര്യം കൊണ്ട് മാത്രമാണ്. ഇന്ന ദിക്റഹ വശുക്റഹ, ഇന്ന ദിക്റഹ വശുക്റഹ. അല്ലാഹ് എനിക്ക് തന്നതാണ് എൻ്റെ കണ്ണ്, അല്ലാഹ് എനിക്ക് തന്നതാണ് എൻ്റെ നാവ്, എൻ്റെ കാതും എൻ്റെ കൈകാലുകളും എൻ്റെ ആന്തരിക അവയവങ്ങളും എൻ്റെ സമ്പത്തും എൻ്റെ സന്താനങ്ങളും എൻ്റെ ഭാര്യയുമെല്ലാം എൻ്റെ റബ്ബ് നൽകിയ ഫളലാണ്. അതുകൊണ്ട് ആ ഒരു ഓർക്കൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹങ്ങൾക്കുള്ള നന്ദിയുടെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ദുനിയാവും പരലോകവും നേടിയെടുക്കാൻ കഴിയുന്ന രണ്ടാമത്തെ കാര്യം അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് ലിസാനുൻ ദാക്കിറുൻ എന്നതാണ്. ഒന്ന് ഖൽബുൻ ഷാക്കിറാണ്, നന്ദിയുള്ള ഹൃദയമാണ്. 2 ലിസാനുൻ ദാക്കിറുൻ, അള്ളാഹുവിനെ സ്മരിക്കുന്ന, അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു നാവിന്റെ ഉടമയായി നമ്മൾ മാറുക എന്നതാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, ഒന്നുകിൽ നീ നല്ലത് പറയുക, അതല്ലെങ്കിൽ നീ മൗനിയാവുക എന്നതാണ്. നോക്കൂ, പ്രഭാതം മുതൽ പ്രദോഷം വരെ ആഹാരപാനീയങ്ങൾ ഒഴിവാക്കി അശ്ലീലതയും മ്ലേച്ഛതയും കളവും അതുപോലെ തന്നെ ഏഷണിയും പരദൂഷണവും ഒക്കെ പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നോമ്പിന് അള്ളാഹുവിന്റെ അടുത്ത് സ്ഥാനവുമില്ല എന്നതാണ്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ നാവ് അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു നാവായി മാറണം. ഒരുപാട് സമയങ്ങളുണ്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ, പ്രാർത്ഥനകൾ കൊണ്ട് നാവിനെ പച്ച പിടിപ്പിക്കുവാനുള്ള അവസരം തന്നെയാണ് ഈ റമദാനിന്റെ ഓരോ സമയവും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്ന ഒരു ചരിത്ര സംഭവമുണ്ട്.
താത്വികനായ ലുഖ്മാനുൽ ഹക്കീം റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ നാട്ടിലെ രാജാവ് താത്വികനായ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമയോട് രാജാവ് ആവശ്യപ്പെട്ടു, ലുഖ്മാൻ, താങ്കൾ ഒരു മൃഗത്തെ അറുക്കണം, ഏറ്റവും നല്ല ഒരു മൃഗത്തെ അറുക്കണം. അദ്ദേഹം തെരഞ്ഞെടുത്തത് ഒരാടിനെയാണ്. എന്നിട്ട് പറഞ്ഞു, ആ മൃഗത്തിന്റെ ഏറ്റവും നല്ല 2 അവയവങ്ങൾ എൻ്റെ മുന്നിൽ നീ പ്രദർശിപ്പിക്കണം. അതേപോലെ തന്നെ ആ മൃഗത്തിന്റെ ഏറ്റവും മോശമായ ചീത്ത 2 അവയവങ്ങളും എൻ്റെ മുന്നിൽ താങ്കൾ പ്രദർശിപ്പിക്കണം. ലുഖ്മാനുൽ ഹക്കീം റഹിമഹുല്ലാഹ് ഈ 2 ചോദ്യങ്ങൾക്കും ഉത്തരമായി ആ ആടിന്റെ ഹൃദയവും നാവുമാണ് തൻ്റെ രാജാവിൻ്റെ മുൻപിൽ പ്രദർശിപ്പിച്ചത്. രാജാവ് ചോദിച്ചു, എന്താണ് ഒരേ ചോദ്യത്തിന് 2 ചോദ്യത്തിനും ഒരേ ഉത്തരം? അദ്ദേഹം പറഞ്ഞു, ഇതാണ് ഏറ്റവും നല്ല 2 അവയവങ്ങൾ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ നാവും ഹൃദയവും നന്നായാൽ അതിനപ്പുറത്തേക്ക് മറ്റൊന്നും വേണ്ടതില്ല. ഈ നാവും ഹൃദയവും കേടുവന്നാൽ ഇതിനപ്പുറം മോശമായ, മ്ലേച്ഛമായ, മലിനമായ മറ്റ് 2 അവയവങ്ങൾ വേറെ ഇതിനപ്പുറത്ത് മറ്റൊരു അവയവുമില്ല എന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഖൽബ് അത് സുൽത്താൻ, അത് നമ്മുടെ രാജാവാണ്. അല്ലാഹുൽ ജിസ്ം, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളുടെ രാജാവാണ്. നമ്മുടെ നാവെന്ന് പറയുന്നത് നമ്മുടെ ജീവിത ഒരു വലിയൊരു പാത്രം. ആ പാത്രത്തിലുള്ള വിഭവങ്ങൾ പുറത്തേക്ക് കോരിയെടുക്കുവാനുള്ള തവി, കോരിയാണ്, കയ്യിലാണ് നമ്മുടെ നാവെന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിലുള്ള കാവഢ്യം, നമ്മുടെ ഹൃദയത്തിലുള്ള അശ്ലീലതകൾ, നമ്മുടെ ഹൃദയത്തിലുള്ള മ്ലേച്ഛതകൾ നമ്മുടെ നാവ് കൊണ്ട് പുറത്തു വരുന്നുവെങ്കിൽ അസഭ്യം പറയുന്നവനാണ് ഒരാൾ, മ്ലേച്ഛതകൾ പറയുന്നവനാണ് ഒരാൾ, ആഭാസങ്ങൾ പറയുന്നവനാണ് ഒരാളെങ്കിൽ അവന്റെ ഹൃദയത്തിലുള്ളതാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ 2 അവയവങ്ങളും നാം സൂക്ഷിക്കണം. അതുകൊണ്ട് പരലോകവും ദുനിയാവും നേടിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ പറഞ്ഞെടുത്ത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് 4 കാര്യങ്ങളിൽ 1 ഖൽബുൻ ശാക്കിർ, 2 ലിസാനുൻ സാക്കിർ. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ബദനുൻ സാബിറുൻ. അൽ ബദനുൻ സാബിറുൻ, ക്ഷമിക്കുന്ന ഒരു ശരീരം. ക്ഷമിക്കുന്ന ഒരു ശരീരം, സബർ, അതൊരു വെളിച്ചമാണ്. മനുഷ്യന് വഴികാട്ടുന്ന കാത്തിരിപ്പിന്റെ, ക്ഷമിക്കുക എന്നത് ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നതാണ്. പ്രിയപ്പെട്ടവരെ, സബറിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് സബർ സലാസത്ത് അഖ്സാം. സബർ എന്ന് പറഞ്ഞാൽ, ക്ഷമ എന്ന് പറഞ്ഞാൽ 3 വിഭാഗമുണ്ട്. ഒന്നാമത്തെ സബർ എന്ന് പറഞ്ഞാൽ സബറുൻ അലാ ത്വാഅ, അല്ലാഹുവിനെ അനുസരിക്കുന്നതിനുള്ള ക്ഷമയാണ്. ഇബാദത്ത് ചെയ്യുവാൻ നമുക്ക് ക്ഷമ വേണം, നമസ്കരിക്കുവാൻ ക്ഷമ വേണം, തറാവീഹ് നമസ്കരിക്കാൻ ക്ഷമ വേണം, നോമ്പെടുക്കാൻ ക്ഷമ വേണം. താൻ അധ്വാനിച്ച തൻ്റെ പണത്തിന്റെ ഒരു വിഹിതം മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നതിന് ക്ഷമ വേണം. ഒരു പാവപ്പെട്ടവൻ തൻ്റെ മുന്നിൽ വന്ന് കൈ നീട്ടുമ്പോൾ തൻ്റെ പോക്കറ്റിൽ നിന്ന് പണത്തിന്റെ തുട്ടെടുത്തുകൊണ്ട് അവന്റെ കൈകളിലേക്ക് കൊടുക്കണമെങ്കിൽ ക്ഷമ വേണം. അള്ളാഹുവിന്റെ മുൻപിൽ ആ നിർഭയത്വത്തോടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രാർത്ഥന കേൾക്കണമെന്ന ആഗ്രഹത്തോടു കൂടി താൻ ഇബാദത്ത് ചെയ്യുന്നതിന് ക്ഷമ വേണം. അതാണ് ഒന്നാമത്തെ ക്ഷമ, സബറുൻ അലാ ത്വാഅ. രണ്ടാമത്തെ ക്ഷമ എന്ന് പറയുന്നത് സബറുൻ അലൽ മുസീബ. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, തകർച്ച ഉണ്ടാകുമ്പോൾ, വേദന ഉണ്ടാകുമ്പോൾ തളരാതെ, വീഴാതെ, പാളിപ്പോകാതെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു അവസരം നമുക്കുണ്ടാകണം. നമുക്ക് തോന്നണം, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അപകടങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഉടയവരുടെ വേർപാടുകൾ, ആ സമയത്ത് പാളിപ്പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിക്കുന്നതും നാം കുതിക്കുന്നതും 2ആണ്. നാം കുതിക്കുന്നത് നമുക്ക് അപകടമേ ഉണ്ടാവുകയുള്ളൂ, അല്ലാഹു വിധിക്കുന്നതിൽ ഒരു അപകടവും ഉണ്ടാവുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, മാ ഖലല്ലാഹു ലിൽ മുഅ്മിനി ഖലാഅൻ ഇല്ലാ കാന ഖൈറൻ ലഹു. വിശ്വാസിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ വിധിക്കുന്നത് അത് അവന് ഖൈർ മാത്രമാണ്. രോഗമുണ്ടായോ, നിനക്കൊരു ഖൈർ വരാനുണ്ട്. നീ ഒരു കയറ്റത്തിലാണോ, നിനക്ക് ഇറങ്ങാൻ അവസരമുണ്ട്. നീ ഇറക്കത്തിലാണോ, നിന്റെ ജീവിതത്തിൽ ഒരു കയറ്റവും വരാനുണ്ട്. പ്രഭാതമുണ്ടെങ്കിൽ അവിടെ ഒരു പ്രദോഷം വരാനുണ്ട്. ഒരു തണുത്ത കാറ്റടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചൂടുകാലവും നിനക്ക് വരാനുണ്ട് എന്ന ചിന്തയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷമിക്കുവാൻ നമുക്ക് കഴിയണം. മൂന്നാമത്തെ ക്ഷമ എന്ന് പറയുന്നത് സബറുൻ അലൽ മഅസിയ. തെറ്റുകൾ ചെയ്യാതിരിക്കാനുള്ള ക്ഷമ വേണം. തെറ്റുകൾ ചെയ്യാതിരിക്കാൻ നമുക്ക് ക്ഷമ വേണം. എങ്ങനെയാണത്? ഒരുപാട് തിന്മകൾ ചെയ്യുമ്പോൾ, അവസരങ്ങൾ കിട്ടുമ്പോൾ മനഃപൂർവ്വം ഞാനത് ചെയ്യൂല എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കാൻ അല്പമൊന്നുമല്ല നമുക്ക് ഈമാന് വേണ്ടി വരിക. ഒരു നന്മ ചെയ്യാൻ കുറച്ച് ഈമാൻ മതി, എന്നാൽ ഒരു തിന്മ ചെയ്യാതിരിക്കാൻ കുറച്ചൊന്നും ഈമാന് പോരാ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ദുനിയാവും പരലോകവും നേടിയെടുക്കാൻ കഴിയുന്ന 4 കാര്യങ്ങളിൽ 1 ഖൽബുൻ ശാക്കിർ, 2 ലിസാനുൻ ദാക്കിർ, 3 ബദൻ സ്വാബിർ. 1 ഹൃദയം, അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്ന ഒരു ഹൃദയം
ഹൃദയം ഉണ്ടാക്കുക. 2, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ദിക്റുകൾ കൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ഒരു നാവ്, ആ നാവിനെ സൂക്ഷിച്ചാൽ നിനക്ക് സ്വർഗമാണ്. 3-മത്തത് അൽ ബദൻ സ്വാബിർ, അള്ളാഹുവിനോട് ക്ഷമിക്കുന്ന അഥവാ ക്ഷമാശീലനായി ജീവിക്കാൻ കഴിയുന്ന ഒരു ശരീരത്തിന്റെ ഉടമയാണോ താങ്കൾ എങ്കിൽ അതും നിനക്ക് ഖൈറാണ്. 4-മതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദുനിയാവും പരലോകവും ലഭിക്കുന്ന 4-മത്തെ നേട്ടം ഒരു മനുഷ്യന് നേടിയെടുക്കാൻ കഴിയുന്നത് 1, അത് 4-മതായി പറഞ്ഞത് സൗജത്തുൻ സ്വാലിഹ. സൗജത്തുൻ സ്വാലിഹ, നല്ല ഒരു ഇണ, നല്ല ഒരു തുണ എന്നതാണ്. ദുനിയാ മതാഉൻ, ഈ ദുനിയാവ് ഒരു സമ്പാദ്യമാണ്, അഥവാ ഈ ദുനിയാവ് ഒരു സമ്പത്താണ്, ഒരു മതാആണ്, ഒരു വിഭവമാണ്. ഏറ്റവും നല്ല വിഭവം എന്ന് പറയുന്നത് നല്ല ഒരു പെണ്ണാണ് എന്നാണ്. നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യന് ലഭിക്കുന്ന അഫ്ളലുൽ ഗിന, ഏറ്റവും വലിയ ധന്യത, ഏറ്റവും വലിയ സ്വസ്ഥത, ഏറ്റവും വലിയ വിജയം, സമ്മാനം, സന്തോഷം എന്ന് പറയുന്നത്, സൗന്ദര്യം, സൗരഭ്യം എന്ന് പറയുന്നത് ഹിദായത്താണ്. ഹിദായത്ത് ലഭിക്കുക എന്നതാണ്. നമ്മൾ അള്ളാഹുവോട് നിരന്തരം പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇഹ്ദിനി വസദ്ദിദ്നി, അല്ലാഹ് എനിക്ക് നീ നേർമാർഗം നൽകണം, പോരാ അതിൽ നീ എന്നെ ഉറപ്പിച്ചു നിർത്തണം. പണ്ഡിതൻ ലോകം പറയുകയാണ്, അഫ്ളലുൽ ഗിന ബഅദൽ ഹിദായ, ഒരു മനുഷ്യന് ഹിദായത്ത് ലഭിച്ചാൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ധന്യത എന്ന് പറയുന്നത് അൽ സൗജത്തുൻ സ്വാലിഹ, നല്ല ഒരു ഭാര്യയാണ് എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പെങ്ങന്മാരെ, കല്യാണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അനിയത്തിമാരെ, ഏറ്റവും നല്ല ഇണ അഥവാ ഏറ്റവും നല്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ, ഏറ്റവും നല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ഉദാഹരണങ്ങൾ പറഞ്ഞു, അല്ല 3 ഗുണങ്ങൾ പറഞ്ഞു. 1, എന്താണെന്നറിയോ? ഇദാ നദർത ഇലൈഹാ സർറതുക, എൻ്റെ ഭർത്താവ് അഥവാ അവളിലേക്ക് നോക്കിയാൽ അവന് സന്തോഷം നൽകുന്നവളായി അവൾ മാറണം. പരാതികളില്ല, പരിഭവങ്ങളില്ല, പ്രയാസങ്ങളുടെ വലിയ മലകൾ കാണിച്ചു കൊടുക്കുന്നില്ല, സന്തോഷത്തിന്റെ വാക്കുകളാണ്, സപ്പോർട്ടിംഗ് ആണ്. 40 കാലത്ത് നാഥൻ നൽകിയ നുബൂവത്ത്, ഇറയിലിരിക്കുന്ന സമയത്ത് ഇക്കറയിന്റെ നാഥൻ കേട്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയപ്പെട്ട പത്നി ഖദീജയുടെ മടിത്തട്ടിലേക്ക് ഓടി വരുമ്പോ ഉദപ്പിട്ട് മൂട് ഖദീജ എന്ന് പറയുന്നത് തന്റെ ഭാര്യ തനിക്ക് സപ്പോർട്ടുണ്ട് എന്നുള്ള ആ വല്ലാത്ത സന്തോഷത്തിന്റെ സൗന്ദര്യത്തിന്റെ ആ ജീവിതത്തിന്റെ നിമിഷത്തിന് വേണ്ടിയാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇദാ നദർത ഇലൈഹാ സർറതുക, എൻ്റെ ഭർത്താവ് തന്നിലേക്ക് നോക്കുമ്പോൾ സന്തോഷം നൽകാൻ കഴിയുന്ന ഒരു ഭാര്യ, അത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഒരു വിഭവമാണ്. 2-മതായി റസൂലുള്ളാഹി പറഞ്ഞ ആ ഗുണം എന്താണ്? ഇദാ ഖിബ്ത അൻഹാ ഹഫിളതുക, നീ എത്ര വിദൂരങ്ങളിലേക്ക് പോയാലും പ്രാർത്ഥനയുടെ മനസ്സുമായി കണ്ണ് താൻ വരുന്ന ദിക്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ആ പ്രിയപ്പെട്ട പെൺകുട്ടിയാണോ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്, അവളാണോ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്. 3-മതായി റസൂലുള്ളാഹി പറയുന്നത്, ഈ ഒരു കാര്യം അവളോട് ഓർഡർ ഇട്ടാൽ, കൽപ്പിച്ചാൽ, പറഞ്ഞാൽ, നിർദ്ദേശിച്ചാൽ മറ്റൊരു വർത്തമാനമില്ല, ആ ത്വാഅത്തുക, അവൾ നിന്നെ അനുസരിക്കും. അതേ പ്രിയപ്പെട്ടവരെ, ഈ 4 കാര്യങ്ങൾ, ഖൽബുൻ ഷാക്കിർ, അള്ളാഹുവിനെ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന ഹൃദയം, ലിസാനുൻ ദാക്കിർ, അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു നാവ്, പ്രാർത്ഥനകൾ കൊണ്ട്, ദിക്റുകൾ കൊണ്ട്, ഖുർആൻ പാരായണങ്ങൾ കൊണ്ട്, നന്മകളുടെ വർത്തമാനങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്ന നാവ്, ബദനുൻ സ്വാബിർ, എന്തൊക്കെ വിഷയങ്ങൾ, ഇബാദത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിനോടുള്ള ക്ഷമിക്കുക, അതുപോലെ തന്നെ തെറ്റുകൾ ചെയ്യാതെ ക്ഷമിക്കുക, അതുപോലെ തന്നെ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും കാത്തിരിക്കുക, അള്ളാഹു ഒരു വഴി കാണിച്ചു വരും, അതാണ് സബർ, ആ ക്ഷമയുണ്ടാവുക. 4-മതായി പറഞ്ഞ ഒരു നല്ല ഭാര്യ, അല്ലെങ്കിൽ നല്ല ഒരു ഇണ, ഒരു തുണ, ഈ 4 കാര്യങ്ങൾ ഒരു മനുഷ്യന് ലോകത്ത് കിട്ടിയാൽ അവന് ഈ ലോകവും വിജയിച്ചു, പരലോകവും വിജയിച്ചു. റഹ്മാനായ റബ്ബ് സന്തോഷവും സമാധാനവും ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധ്യമാകുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുറാഹിമായ നാഥ, ഞങ്ങളെ നീ മരിപ്പിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചു മരിക്കാൻ സൗഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ മുവഹിദുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.